ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മക്രോണൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാസ്ത എന്നും പറയും. അപ്പോൾ ഇത് ഏത് പിന്നെ ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ചിക്കനില്ല, ബീഫില്ല, മുട്ടയില്ല, അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. ചിക്കൻ കഴിക്കാത്തവർക്കും ബീഫ് കഴിക്കാത്തവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിനെടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയ രീതിയിലുള്ളൊരു മക്രോണയാണ്. ഇത് പല സൈസ് ഉണ്ട്. ഞാൻ ഈ ഒരു ചെറിയ സൈസാണ് വാങ്ങിച്ചത്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉപയോഗിക്കാം. കാരണം രാത്രി ഭക്ഷണമൊക്കെ ഇപ്പോൾ ലേറ്റായിട്ട് കഴിക്കുന്നവർക്കൊക്കെ ഈ ഒരു മക്രോണ നല്ലതാണ്. എന്താ ചോദിച്ചാൽ വയറും നിറയും ടേസ്റ്റുമാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചിക്കനിട്ടും ഉണ്ടാക്കും, ബീഫിട്ട് ഉണ്ടാക്കും. ഞങ്ങൾ ചിക്കനും ബീഫൊക്കെ ഇട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിന്നൊന്ന് പച്ചക്കറി വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം. അപ്പം ഞാൻ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മക്രോണൊന്ന് കഴുകി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് നല്ല വെള്ളം വെക്കണം, കുറച്ചധികം വെള്ളം തന്നെ വെക്കണം. ഇത് വെന്ത് വരുമ്പം തിങ്ങി വരും. അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം വെക്കണം. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിന് അളന്നിട്ട് മക്രോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 2 ഇരട്ടിയെങ്കിലും വെള്ളം എടുക്കണം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇത് വേവിക്കൂല, നമ്മൾ മസാല വെച്ച് അതിൽ ഇളക്കിയെടുക്കുക ചെയ്യുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ വെന്ത് പാത്രം ആ വെള്ളമൊക്കെ ഫുള്ളായിട്ട് നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വേഗമായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു ഓട്ട പാത്രത്തിലേക്ക് ഊറ്റി വെക്കണുണ്ട്, പിന്നെ വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ടേസ്റ്റാണ്. മക്കൾക്കായാലും പിന്നെ വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ഇടയ്ക്കൊക്കെ രാത്രി ഭക്ഷണമായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ എന്നും ചോറുമായിട്ടും ചപ്പാത്തി ആയിട്ടൊക്കെ കഴിക്കണമില്ല. അപ്പോൾ ഇടയ്ക്കൊരു മാറ്റം വരുത്താമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ ഇതാണ് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവർക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ മക്രോണയൊക്കെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പം ഞാനൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഒരു വലിയ കിഴങ്ങും അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ക്യാരറ്റ് വേണമെങ്കിൽ ഇടാം, ബീൻസ് വേണമെങ്കിൽ ഇടാം, അങ്ങനെ എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇട്ടിട്ട് ഉണ്ടാക്കാം. ഞാനതൊന്നും ഇടുന്നില്ല, എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് അല്പം ഉപ്പിടുന്നുണ്ട്. മക്രോണ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഇതിൽ പച്ചക്കറിക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ അല്പം കരിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 തക്കാളി, വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം. നമ്മൾ ഇത് കിഴങ്ങൊക്കെ കുറച്ച് ഇതായതുകൊണ്ട് ഒന്ന് നല്ലോണം വേകണം. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം, അടി പിടിക്കണം നോക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കണം. മുളകും പൊടിയൊക്കെ എൻ്റെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ മസാലയിലൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച മക്രോണ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഊറ്റി വെക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഈ ചൂടുള്ളതിലേക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ഇളക്കുമ്പം ആ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും. കട്ട ഉണ്ടെന്ന് കരുതി ടെൻഷൻ ആവണ്ട. അത് ചൂടുള്ള മസാലയൊക്കെ ഇടുമ്പോൾ അത് നമ്മൾ ഇത് ചട്ടകം വെച്ചിട്ട് ഇളക്കുമ്പോൾ നന്നായിട്ട് അത് വേറിട്ട് നിൽക്കും. ഇത് ഇളക്കുമ്പോൾ ചട്ടകം വെച്ച് തന്നെ ഇളക്കണം, തവി വെച്ചൊന്നും ഇളക്കരുത്. തവി വെച്ച് ഇളക്കിയാൽ ഉടഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിക്കുക ഇളക്കുമ്പോൾ.
അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് നെടുകെ കീറിയതും അല്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ പാത്രം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ആ ഒരു ചൂടിൽ ഒന്ന് കടന്നിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി പച്ചമുളകൊക്കെ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ആ പച്ചമുളക് അങ്ങനെ ഒന്ന് വാടി കിട്ടിയാൽ. ആദ്യം ഇടേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, മക്കൾക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്നു. ഇപ്പോൾ നമ്മുടെ മക്രോൺ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരല്പം കുരുമുളക് തൂവി കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. കുരുമുളക് അതിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കുരുമുളക് ഇട്ട് കൊടുക്കേണ്ടത്. അത് അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്രോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.